അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്പോക്കൺ ഒമാനി അറബിക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഉച്ചാരണമായിരുന്നു പഠിച്ചത്, അക്ഷരങ്ങളുടെ ഉച്ചാരണമായിരുന്നു പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒമാനി അറബി കോൺവെർസേഷൻ, അതായത് സംഭാഷണത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡയറക്റ്റ് സംഭാഷണത്തിൽ ഇറങ്ങുന്നില്ല, അതിന് മുമ്പായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ആദ്യത്തേതാണ് ഹലോ. എങ്ങനെയാണ് ഹലോ എന്ന് പറയുന്നത് അറബിയിൽ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, അതായത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വഅലൈക്കും അസ്സലാം എന്ന് റിപ്ലൈ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പറയുക അഹ്ലൻ, അല്ലെങ്കിൽ അഹ്ലേൻ എന്ന് പറയും. അഹ്ലേൻ എന്ന് വെച്ചാൽ ഒമാൻ സ്ലാങ് ആണ്. അതായത് അഹ്ലൻ എന്ന് വെച്ചാൽ സാധാ നോർമൽ ആയിട്ട് പറയുന്നതാണ് അഹ്ലൻ, അല്ലെങ്കിൽ അഹ്ലേ എന്ന് പറയും. ഓക്കെ, വേറെ തരത്തിൽ പറയുന്നതാണ് ഹലോ എന്ന്, വേറെ തരത്തിൽ പറയുന്നതാണ് മർഹബ. മർഹബ, നിങ്ങൾ മർഹബ എന്ന് കേട്ടിട്ടുണ്ടാകും. മർഹബ എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ഉണ്ടായിരുന്നു മസ്കറ്റിൽ പണ്ട്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഹയ്യാക്ക് ഒമാൻ ടെല്ലിന്റെ ഒരു ഇന്റർനാഷണൽ കാർഡായിരുന്നു അത്. മർഹബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ്, അതിന്റെ അർത്ഥം ഹലോ എന്നാണ്. മർഹബ, ഹലോ, വെൽക്കം എന്നൊക്കെ വരും. ഇനി അടുത്തതാണ് അഹ്ലൻ വസഹ്ലൻ. അഹ്ലൻ വസഹ്ലൻ അങ്ങനെയും പറയാം. പിന്നെ ഹല, ഇത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ളതാണ്, മോഡേൺ അറബിയിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഹലോക്ക് പകരം ഹല എന്നുള്ളത്. അപ്പൊ എന്തൊക്കെ പറയും? അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ അഹ്ലൻ, മർഹബ, അഹ്ലൻ വസഹ്ലൻ, ഹല. അതിൻ്റെ അടുത്തതാണ് ഹൗ ആർ യു എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത് അറബിയിൽ? നിങ്ങൾക്ക് സുഖാണോ എന്നൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അതെങ്ങനെ ചോദിക്കുന്നത്? കൈഫൽ ഹാൽ, കൈഫൽ ഹാൽ, കൈഫൽ ഹാൽ, അല്ലെങ്കിൽ കൈഫ് അഖ്ബാറക്. കൈഫ് അഖ്ബാറക്, ഇത് ഖായാണ്, ഖ. ഇത് കൈഫ് അഖ്ബാറക്, ഇത് കൈഫൽ ഹാൽ. ഓക്കെ, കൈഫൽ ഹാൽ അല്ലെങ്കിൽ കൈഫ് അഖ്ബാറക്. അല്ലെങ്കിൽ ഇങ്ങളെയും ചോദിക്കാം, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കൈഫ സഹ, അതിന്റെ അർത്ഥം ഹൗ ഡു യു ഫീൽ എന്നാണ്. കൈഫ സഹ, കൈഫ സഹ. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, കൈഫൽ ഹാൽ, അല്ലെങ്കിൽ കൈഫ് അഖ്ബാറക്, അല്ലെങ്കിൽ കൈഫ സഹ. ഇനി ഒരാളുടെ ഫാമിലിനെ കുറിച്ച് നിങ്ങൾക്ക് വിവരം അറിയണമെന്ന് ഉണ്ടെന്ന് വിചാരിച്ചു. ഫാമിലിക്ക് സുഖാണോ എന്ന് ചോദിക്കാൻ എങ്ങനെയാണ്? കൈഫൽ ഔലാദ്, കൈഫൽ ഔലാദ്. ഇതിന്റെ മെയിൻ അർത്ഥം വരുന്നത് ഹൗസ് യുവർ കിഡ്സ് എന്നാണ്. അതായത് ആൺകുട്ടികളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കിഡ്സ് എന്ന കാറ്റഗറിയിൽ ആൺകുട്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഡയറക്റ്റ് അറബികളോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് സുഖാണോ, ഉമ്മാക്ക് സുഖാണോ, നിങ്ങൾക്ക് സുഖാണോ എന്ന് ചോദിക്കാൻ പാടില്ല. അതൊരു ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, അതൊരു മാനേഴ്സ് ഇല്ലാത്ത കാര്യമാണ്. അവർക്ക് അങ്ങനെയാണ് അവർ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കേണ്ടത് കൈഫൽ ഔലാദ് എന്നാണ്. ഫാമിലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈഫൽ ഔലാദ്. അത് അവർക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഭാര്യനെ കുറിച്ച് ചോദിക്കുന്നത്. ഉമ്മാക്ക് സുഖാണോ, ഭാര്യക്ക് സുഖാണോ, അത് അറബിയിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കേണ്ടത് കൈഫൽ ഔലാദ് എന്നാണ്, ഹൗസ് യുവർ കിഡ്സ്. ഓക്കെ, നിങ്ങളോട് ഒരാൾ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചു, കൈഫൽ ഹാൽ അല്ലെങ്കിൽ കൈഫ് അഖ്ബാർ, സുഖാണെന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കാൻ? അതെ, എനിക്ക് സുഖാണ് എന്നെങ്ങനെയാ റിപ്ലൈ കൊടുക്കാൻ? ഐ ആം ഫൈൻ എന്ന് എങ്ങനെയാ റിപ്ലൈ കൊടുക്കാൻ? ബിഖൈർ അൽഹംദുലില്ലാ, ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ബിഖൈർ അൽഹംദുലില്ലാ, ബിഖൈർ, സുഖാണ്, അൽഹംദുലില്ലാ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സൈൻ. സൈൻ എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, സുഖാണ്, നല്ല, അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇപ്പൊ നിങ്ങൾ എമ്മോ എഫ് എന്താന്ന് വരും. എം എന്ന് വെച്ചാൽ മെയിലാണ്, അതായത് പുരുഷലിംഗം. എഫ് എന്ന് വെച്ചാൽ ഫീമെയിൽ, സ്ത്രീലിംഗം. സൈനോ, നിങ്ങൾക്ക് സുഖാണ്, ഓക്കെ, ഐ എം ഫൈൻ എന്ന് പറയുന്നതാണ് സൈൻ. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങൾ സൈൻ എന്നാണ് പറയേണ്ടത്. അപ്പൊ നിങ്ങൾ സ്ത്രീ ആണെങ്കിലോ സൈന, സൈന എന്ന് പറയുന്നത്. അതായത് അറബിയിൽ അധിക വേർഡ്സിനും മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. അത് നിങ്ങൾ വരുന്ന ക്ലാസ്സിലായിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഐ ആം ഫൈൻ എങ്ങനെ പറയേണ്ടത്? സൈൻ, സൈൻ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ സൈന അൽഹംദുലില്ലാ. അല്ലെങ്കിൽ തമാം എന്ന് പറയും, തമാം, ഗുഡ്. തമാമിന്റെ അർത്ഥം ഗുഡ് എന്നാണ്. ഗുഡ്, ഫൈൻ എല്ലാം വരും.
ഇനി കുറച്ചും കൂടി എക്സ്പെർട്ട് ആയിട്ട് പറയുകയാണെങ്കിലോ الأمور طيبة الأمور طيبة അപ്പോൾ എങ്ങനെയാണ് كيف الحال അല്ലെങ്കിൽ كيف أخبارك നിങ്ങൾ എന്താ പറയേണ്ടത് بخير الحمد لله زين അല്ലെങ്കിൽ تمام الأمور طيبة ഓക്കെ ഇനി അടുത്തതാണ് ഒരാളുടെ താങ്ക് യു എന്ന് പറയണം നിങ്ങൾ എങ്ങനെ പറയാം ശുക്രൻ ശുക്രൻ അല്ലെങ്കിൽ ശുക്രൻ വൈൻത ബാദ് എന്നും കൂടി പറയാം നിങ്ങൾ ഇത് പഠിച്ചാൽ മതി ശുക്രൻ എന്ന് പഠിച്ചാൽ മതി അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പെർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ശുക്രൻ വൈൻത ബാദ് അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ പറയാൻ വെൽക്കം യുവർ വെൽക്കം വെൽക്കം എന്ന് എങ്ങനെ പറയാൻ അഫ്വൻ അഫ്വൻ താങ്ക് യു എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് അഫ്വൻ ശുക്രൻ ഞാൻ നിങ്ങൾ പറയുന്നത് ശുക്രൻ അപ്പം നിങ്ങൾ എന്താ റിപ്ലൈ തരേണ്ടത് പറ അഫ്വൻ ഓക്കെ ഇനി ഉള്ളതാണ് എക്സ്ക്യൂസ് മീ എന്ന് എങ്ങനെ പറയേണ്ടത് ലൗ സമഹത്ത് ലൗ സമഹത്ത് ഇതിൽ ലൗ സമഹത്ത് എന്നാണ് ലൗ സമഹത്ത് ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചോ ലൗ സമഹത്ത് എന്നുള്ളത് നല്ല കറക്റ്റ് ചേർന്ന് വരുള്ളൂ ലൗ സമഹത്ത് ഇതിപ്പോൾ നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ലോ സമഹത്ത് ആണെന്ന് വിചാരിക്കും പക്ഷേ ലൗ സമഹത്ത് എന്നാണ് ലൗ സമഹത്ത് എക്സ്ക്യൂസ് മീ ലൗ സമഹത്ത് ഇനി അടുത്തതാണ് ഒരാളുടെ സോറി എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി നിങ്ങൾ അങ്ങനെ സോറി എന്ന് പറയുന്നത് ആസിഫ് അല്ലെങ്കിൽ പറയാം ആന ആസിഫ് ഐ ആം സോറി ഈ അന എന്ന് വെച്ചാൽ ഐ എന്നാണ് അന ഐ അന എന്നതിൻ്റെ അർത്ഥം ഐ എന്നാണ് അന ആസിഫ് ഐ ആം സോറി ഓക്കെ ഐ എന്ന് വെച്ചാൽ ഞാൻ അന ആസിഫ് ഐ ആം സോറി അല്ലെങ്കിൽ ആസിഫ് എന്ന് പറയാം സോറി ഇനി അടുത്തതാണ് യെസ് ഓർ നോ അതായത് അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അറബിയിൽ ഐവ ഒന്നെങ്കിൽ ഐവ എന്ന് പറയാം ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നീയാണോ മുഹമ്മദ് ഇൻത മുഹമ്മദ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത് റിപ്ലൈ പറയേണ്ടത് യെസ് ഓർ നോ അതായത് ഒന്നെങ്കിൽ ആ അല്ലെങ്കിൽ അല്ല എന്ന് പറയണം അപ്പം നിങ്ങൾ ആണെങ്കിൽ എന്താ നിങ്ങൾ പറയേണ്ടത് ഐവ അന മുഹമ്മദ് അതെ ഞാൻ മുഹമ്മദാണ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയും ഞാൻ എന്ന് വെച്ചാൽ ഫോർമലാണ് ഞാൻ എന്ന് വെച്ചാൽ ഫോർമലായിട്ട് പറയുന്നതാണ് ഫോർമൽ ഐവ എന്ന് വെച്ചാൽ കാഷ്വലായിട്ട് പറയുന്നതാണ് കാഷ്വലായിട്ട് സാധാരണ പറയുന്നില്ല അതാണ് കാഷ്വലായിട്ട് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐവ ഫോർമൽ എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി മിനിസ്ട്രിയിലോ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയേണ്ടത് ഞാൻ എന്നാണ് ഞാൻ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഖദീജ നീ ഖദീജയാണോ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഖദീജ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത് ലാ എന്താ പറയേണ്ടത് ലാ അറബിയിൽ നോ എന്നെങ്ങനെയാണ് പറയുന്നത് ലാ യെസ് എന്നെങ്ങനെയാണ് പറയുന്നത് ഐവ അല്ലെങ്കിൽ ഞാൻ അല്ല എന്നെങ്ങനെയാണ് പറയേണ്ടത് ലാ ലാ അല്ല ലാ മലയാളത്തിലുള്ള പോലെ തന്നെ അല്ല അറബിയിൽ ലാ ഓക്കെ അതിന് അടുത്തതാണ് ഓക്കെ എന്നെങ്ങനെയാണ് പറയുന്നത് അറബിയിൽ സെയിൻ നേരത്തെ ഈ സെയിന് നമ്മൾ അവിടെ പഠിച്ചു കൈഫൽ ഹാൽ കൈഫ് അഖ്ബാറക് ബിഖൈർ അൽഹംദുലില്ലാ ഈ സെയിൻ അപ്പോൾ ഇവിടെ സ്ത്രീലിംഗമായിട്ട് സൈന എന്ന് പറഞ്ഞിരുന്നു അതായത് ഫീമെയിൽ സ്ത്രീകൾ പറയുമ്പോൾ സൈന എന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു അത് ഈ സാഹചര്യത്തിൽ മാത്രമാണ് കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ മാത്രമാണ് സൈന എന്ന് പറയുന്നുള്ളൂ ഇപ്പോൾ സാധാരണ ഓക്കെ എന്ന് പറയുന്നില്ലേ അതിന് സൈന എന്ന് പറയണ്ട ആണും പെണ്ണും സൈൻ എന്ന് തന്നെ പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് എങ്ങനെയാ സൈൻ ഓക്കെ സൈൻ ഇനി ആൻഡ് എന്നെങ്ങനെയാ അറബി പറയുന്നത് വ മുഹമ്മദും ഖദീജയും മലയാളത്തിൽ മുഹമ്മദും ഖദീജയും മുഹമ്മദ് വ ഖദീജ മുഹമ്മദ് വ ഖദീജ മുഹമ്മദ് ആൻഡ് ഖദീജ അതാണ് ഈ വ ആൻഡ് മനസ്സിലായി റൂവി വ മത്ര റൂവിയും മത്രയും റൂവി ആൻഡ് മത്ര അങ്ങനെ പറയാൻ റൂവി വ മത്ര നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു അയാം
ഞാനെന്നെങ്ങനെ പറയുന്നത്? അന ഇസ്മായിൽ, അന ഖദീജ. ആണും പെണ്ണും അല്ല, അന എന്ന് തന്നെയാണ് പറയുന്നത്. അന. ഓക്കെ, ഞാൻ. നിങ്ങൾക്കൊരു കാര്യം അറിയില്ല എന്ന് വിചാരിച്ചു. അത് നിങ്ങൾ എങ്ങനെ പറയുന്നത്? അറബിയിൽ എങ്ങനെ പറയുന്നത്? എനിക്കൊരു കാര്യം അറിയില്ല. മാറഫ് എനിക്കറിയില്ല. മാറഫ്. ഇത് റഫ്. ഇതാണ് ആണ്. സദാ പിന്നെ റഫ്. മാറഫ്. ഇത് സോറി, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുമില്ല. മാറഫ് എനിക്കറിയില്ല എന്നെങ്ങനെ പറയാൻ? മാറഫ്. റഫ്. ഇത് ആണ്. മാറഫ്. എനിക്കറിയില്ല. എനിക്ക് അറബി അറിയില്ല എന്നെങ്ങനെ പറയാൻ? മാഫി മാലും അറബി എന്ന് പറയേണ്ടത് അല്ല, അതൊരു ബ്രോക്കൺ അറബിയാണ്. അങ്ങനെയല്ല പറയേണ്ടത്. നിങ്ങൾ എന്താ പറയേണ്ടത്? മാറഫ് അറബി. അങ്ങനെ പറഞ്ഞാൽ മതി. മാറഫ് അറബി. എനിക്ക് അറബി അറിയില്ല. നമ്മളിപ്പോൾ അറബി പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷെ അറബി അറിയില്ല എന്നെങ്ങനെയാ പറയേണ്ടത്? മാറഫ് അറബി അല്ലെങ്കിൽ മാറഫ് ഇംഗ്ലീസി. ഇംഗ്ലീസി എന്ന് വെച്ചാൽ എന്താ? ഇംഗ്ലീഷിലാണ് ഇംഗ്ലീസി എന്ന് പറയുന്നത്. ഇംഗ്ലീസി. ഇംഗ്ലീഷിനാണ് ഇംഗ്ലീസി എന്ന് പറയുന്നത്. ഓക്കെ, മാറഫ് ഇംഗ്ലീസി. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നെങ്ങനെ പറയാൻ? മാറഫ് ഇംഗ്ലീസി. എനിക്ക് അറബി അറിയില്ല. മാറഫ് അറബി. മാറഫ് എന്ന് വെച്ചാൽ അറിയില്ല എന്നാണ്. എന്ത്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എനിക്ക് അറിയില്ല എന്ന് പറയാം. മാറഫ്. അവിടെ എന്താ സംഭവിച്ചത്? മാറഫ് എനിക്കറിയില്ല. ഓക്കെ, ഇനി അടുത്തതാണ് മാ ഫഹംത്. എനിക്ക് നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അതിനെന്താ അറബി പറയുന്നത്? മാ ഫഹംത്. എനിക്ക് മനസ്സിലാവുന്നില്ല. മാ ഫഹംത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ മാ എന്ന് വെച്ചാൽ എന്താണെന്ന്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഐ ഡോണ്ട് എന്നാണ് മാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ തന്നെയാണ് സ്പോക്കൺ അറബി പഠിക്കുക. നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളിപ്പോ ഇതെല്ലാം വേർഡ് ആയിട്ട് പഠിക്കാൻ നിൽക്കണ്ട. തന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അത് നിങ്ങൾ സംസാരിക്കുമ്പോഴും മെല്ലെ പഠിക്കും. അതായത് ഒരു കുട്ടി എങ്ങനെയാണ് ആ കുട്ടിയുടെ മാതൃഭാഷ പഠിക്കുന്നത്? അതിങ്ങനെ കേട്ടിട്ടാണല്ലോ പഠിക്കുന്നത്. അല്ലാണ്ട് ആദ്യം ഗ്രാമർ എഴുതി പിന്നെ ആൽഫബറ്റ് എഴുതി അങ്ങനെയല്ലല്ലോ പഠിക്കുന്നത്. സംസാര ഭാഷ പഠിക്കാൻ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കേട്ട് പിന്നെ പറഞ്ഞ് സെറ്റ് ആയിക്കോളും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. മാ ഫഹംത്. ഓക്കെ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് മാ ഫഹംത്തിന്റെ അർത്ഥം. ഇനി ഒരു നിമിഷം എങ്ങനെ പറയാന്? ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. അവിടെ ഒന്ന് നിൽക്കണ, ഒരു കാര്യം പറയാനുണ്ട്. എങ്ങനെ പറയാൻ? ലഹ്ള. ഈ ഇത് ലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അബുദാബിന്റെ അബുദാബി. ലാണ്. ലഹ്ള. ഒരു നിമിഷം എങ്ങനെ അറബി പറയാൻ? ലഹ്ള. ഓക്കെ, ഇനി ഒരു കാര്യം, എല്ലാം ഓക്കെ ആണെന്ന് എങ്ങനെ പറയുന്നത്? നിങ്ങളുടെ ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്താ പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? കുല്ലു ഷൈഇൻ തമാം. എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ പറയേണ്ടത്? കുല്ലു ഷൈഇൻ തമാം. എല്ലാം ഓക്കെയാണ്. എവറിത്തിങ് ഈസ് ഓക്കെ. കുല്ലു ഷൈഇൻ തമാം. എവറിത്തിങ് ഈസ് ഓൾറൈറ്റ് എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത്? കുല്ലു ഷൈഇൻ തമാം. കുല്ലു ഷൈഇൻ തമാം. കുല്ലു ഷൈഇൻ തമാം. തമാം എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. തമാമിന്റെ അർത്ഥം എന്തായിരുന്നു? എല്ലാം ഗുഡ്, ഫൈൻ എന്നൊക്കെയാണ് തമാമിന്റെ അർത്ഥം വരുന്നത്. ഇതെവിടെ തമാം, ഐ ആം ഫൈൻ. അതായത് തമാമിന്റെ അർത്ഥം ഗുഡ്, ഫൈൻ, ഓക്കെ എന്നൊക്കെയാണ് തമാമിന്റെ അർത്ഥം വരുന്നത്. എല്ലാം ഓക്കെ ആണെന്ന് എങ്ങനെയാ പറയേണ്ടത്? കുല്ലു ഷൈഇൻ തമാം. കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. കുല്ലു ഷൈഇൻ തമാം. ഇല്ല, ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. മനസ്സിലായില്ലേ? ഹാദാ സഹ്. ദിസ് ഈസ് റൈറ്റ്. ഇതാണ് കറക്റ്റ്.
ഇതാണ് ശരി. അതെങ്ങനെയാ പറയുന്നത്? ഹാദ സഹ്. നിങ്ങളൊരു ഷോപ്പിൽ പോയി, നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി വിചാരിച്ചു. നിങ്ങളൊരു കുറേ ഷർട്ട് ട്രൈ ചെയ്തു, ഒന്നും നിങ്ങൾക്ക് അങ്ങനെ പിടിക്കുന്നില്ല. ലാസ്റ്റ് ഒരു ഷർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഹാദ സഹ്, ഇതാണ് ശരി, ഇതാണ് എനിക്ക് ഇഷ്ടമായത് എന്നൊക്കെ ഇതിന്റെ അർത്ഥം വരുന്നത്. അതായത് ഇതാണ് ശരി, ഇതാണ് കറക്റ്റ്. ഹാദ സഹ്, ഹാദ സഹ്. ഇത് ഹെവി ലെറ്റർ ആണ്, ഹെവി ഹായ് ആണ്. അപ്പൊ എങ്ങനെ പറയേണ്ടത്? ഹാദ സഹ്. ഓക്കെ. ഇനി എൻ്റെ അടുത്തുണ്ട് എന്ന് എങ്ങനെയാ പറയേണ്ടത്? എൻ്റെ അടുത്തൊരു കാറുണ്ട്. ഐ ഹാവ് എ കാർ. അങ്ങനെ പറയേണ്ടത് ഇന്ദി സയ്യാറ. അപ്പൊ ഈ സയ്യാറ എന്ന് വെച്ചാൽ എന്താ? കാർ. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, സയ്യാറ. ഇന്ദി സയ്യാറ, ഐ ഹാവ് എ കാർ. ഓക്കെ. ഇന്ദി സയ്യാറ. ഇന്ദി എന്ന് വെച്ചാൽ ഐ ഹാവ്. ഇന്ദി ഡി അല്ലേ, ഇന്ദി. പിന്നെ ഡി എച്ച് എന്ന് എഴുതിയാൽ പിന്നെ അത് ലായായി മാറും. നേരത്തെ പഠിപ്പിച്ചിട്ടില്ല, ഈ ലായായി മാറും. അതുകൊണ്ടാണ് ഡി എച്ച് എന്ന് ഏതാണ്ട് ഡി തന്നെ എഴുതിയത്. ഇന്ദി സയ്യാറ. ഞാൻ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതി തരാം. ഇന്ദി സയ്യാറ. കാരണം എന്താ അറബി പറയുന്നത്? സയ്യാറ. ഇന്നത്തെ വേർഡ് ഇതാണ്, സയ്യാറ. ഈ വേർഡ് നോക്കണം, സയ്യാറ. ഇന്ദി സയ്യാറ. ഇന്ദി സയ്യാറ. എൻ്റെ അടുത്തുണ്ട് കാർ. എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഇന്ദി സയ്യാറ. ഇന്ദി ബത്താക്ക. എൻ്റെ അടുത്ത് ഐഡി കാർഡ് ഉണ്ട്. ഓക്കെ. നിങ്ങളുടെ അടുത്തൊരു കാര്യം ഉണ്ട്, അങ്ങനെ പറയേണ്ടത് ഇന്ദി സയ്യാറ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് വീടുണ്ടെന്ന് അങ്ങനെ പറയേണ്ടത് ഇന്ദി ബൈത്ത്. അപ്പാർട്ട്മെന്റിന് എന്താ പറയുന്നത് അറബിയിൽ? ഷക്ക അല്ലെങ്കിൽ ഷുക്ക എന്ന് പറയും. ഫുസൈല് ഷക്ക എന്നാണ് സാധാരണ അറബി പറയുന്നത്. ഷക്ക. എനിക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇന്ദി ഷക്ക. ഷക്ക ഷക്ക ഷക്ക. അത് പിന്നെ പഠിക്കാം, പ്രശ്നമില്ല. അപ്പൊ ഇതൊന്ന് റിവൈൻഡ് ചെയ്യാം. ക്ലാസ് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളത് കേട്ടിട്ട് അപ്പം തന്നെ പഠിച്ചു വെക്കണം, എന്നാലേ ഇത് നിലനിൽക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങ് മറന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഷോർട്ടാക്കിയിട്ട് ക്ലാസ് എടുക്കുന്നത്. സാധാരണ ഞാൻ തീരുമാനിച്ചത് 16 ക്ലാസ്, അതായത് ഓരോ ക്ലാസ്സും 2-2.5 മണിക്കൂർ വെച്ച് ഓരോ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ക്ലാസ് എടുത്താൽ അത്ര പ്രൊഡക്റ്റീവ് ആയിരിക്കൂല. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. ആദ്യം അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഹലോ. വഅലൈക്കും അസ്സലാം. അഹ്ലൻ മർഹബ. അഹ്ലൻ വസഹ്ലൻ എന്നൊക്കെ പറയാം. ഇനി എങ്ങനെ ഹൗ ആർ എന്ന് ചോദിക്കാൻ? കൈഫൽ ഹാൽ, അല്ലെങ്കിൽ കൈഫ അഖ്ബാറക്, അല്ലെങ്കിൽ കൈഫ സഹ എന്ന് ചോദിക്കാം. നിങ്ങൾ ഇത് മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്താൽ മതി. ഇത് രണ്ടും ഫോക്കസ് ചെയ്താൽ മതി മെയിനായിട്ട്. ഞാൻ ഫോക്കസ് ചെയ്യേണ്ട കാര്യം റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. കൈഫൽ ഹാൽ, കൈഫ അഖ്ബാറക്. يعني I am fine بخير الحمد لله. I am fine അങ്ങനെ പറയേണ്ടത് بخير الحمد لله. എനിക്ക് സുഖമാണ് അൽഹംദുലില്ലാ. അല്ലെങ്കിൽ ആണാണെങ്കിൽ സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ അൽഹംദുലില്ലാ സൈൻ بخير تمام الأمور طيبة. ഓക്കെ. ഇനി താങ്ക് യു. താങ്ക് യു എങ്ങനെ പറയേണ്ടത്? ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു, നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്? താങ്ക് യു ശുക്രൻ, അല്ലെങ്കിൽ ശുക്രൻ വാങ്ങിത്തബാജ്. മെയിനായിട്ട് ഇത് പറഞ്ഞാൽ മതി, ശുക്രൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങളോട് എന്താ പറയേണ്ടത്? അഫ്വൻ അഫ്വൻ. അടുത്തതാണ് ലൗ സമഹത്ത്. ലൗ സമഹത്ത്. ലൗ സമഹത്ത്. ലൗ 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 സമഹത്ത്. ലൗ അല്ല, ലൗ 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 സമഹത്ത്. എക്സ്ക്യൂസ് മീ ലൗ സമഹത്ത്. അടുത്തതാണ് ആസിഫ്. സോറി എന്നോടൊരു തെറ്റ് പറ്റി. അന ആസിഫ്, ഐ എം സോറി. അനാന്ന് വെച്ചാൽ എന്താ? ഐ ഐ ഐ. അനാന്ന് വെച്ചാൽ ഐ. ഓക്കെ. അനെ യെസ് എന്നെങ്ങനെ പറയാൻ? യെസ് എന്ന് വെച്ചാൽ ഐവ അല്ലെങ്കിൽ ഞാൻ ഐവ. നോ എന്നെങ്ങനെ പറയാൻ? മലയാളത്തിൽ എങ്ങനെ നോ എന്ന് പറയാൻ? അല്ല. അപ്പോൾ അറബിയിൽ ലാ എന്ന് പറയും. അത് ഓർത്താൽ മതി. സൈൻ. ഓക്കെ. മുഹമ്മദ് വ ഖദീജ, അല്ലെങ്കിൽ റൂബി വ മത്ര. ആൻഡ് ആണ് വ. റൂവിയും മത്രയും. എന്ന് പറയുന്നില്ല മലയാളത്തിലുള്ള റൂവിയും മത്രയും. ആ എന്നാണ് ഇവ, ആൻഡ്. ഓക്കെ. അന പഠിച്ചിരുന്നു ആയ. എനിക്കൊരു കാര്യം അറിയില്ല, എങ്ങനെ പറയാൻ? മാ അറഫ് ഹിന്ദി. എനിക്ക് ഹിന്ദി അറിയില്ല. മാ അറഫ് ഇംഗ്ലീസി. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. മാ അറഫ് അറബി.
എനിക്ക് അറബി അറിയില്ല. മാ അറഫ്, അറഫ് അല്ല അറഫ്, അറഫ്. അടുത്തതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. മാ ഫഹംത്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. മാ ഫഹംത്, മാ ഫഹംത്. ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം. അങ്ങനെ പറയാൻ ലഹ്ള, ലഹ്ള, ലഹ്ള. ഇനി എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും, പോകുന്ന വഴിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ എന്താ പറയേണ്ടത്? പ്രശ്നമൊന്നുമില്ലെങ്കിൽ എവറിത്തിങ് ഈസ് ഓക്കെ, എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. നിങ്ങൾ അറബിയിൽ എങ്ങനെ പറയാം? കുല്ലു ഷൈ തമാം, എല്ലാം ഓക്കെ, കുല്ലു ഷൈ തമാം, മാഫി മുഷ്കിൽ, മാ മുഷ്കിൽ, കുല്ലു ഷൈ തമാം. ഓക്കെ. അതിന് അടുത്തതാണ് ദിസ് ഈസ് റൈറ്റ്, ഇതാണ് ശരി. ഹാദ സഹ്, ഇതാണ് കറക്റ്റ്. ഹാദ സഹ്, ഇതാണ് കറക്റ്റ്. ദിസ് ഈസ് റൈറ്റ്. നിങ്ങളത്തെ ഒരു കാര്യം ഉണ്ടെന്ന് എങ്ങനെയാ പറയാൻ? ഇന്ദി സയ്യാറ, ഇന്ദി ബൈത്ത്, ഇന്ദി സുഖ. ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് പഠിച്ചു വെക്കണം, എന്നിട്ട് അടുത്ത ക്ലാസ് കാണാൻ ശ്രമിക്കണം. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.